നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണികം. ഇന്ന് അടീനിയത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് പറയുന്നത് കേട്ടോ. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അത് ഒന്നിച്ച് പറയുകയാണ്. ഇനി നമുക്ക് വേനൽക്കാലം കഴിയാറായി. ഈ മാസത്തെ കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളൂ. ഇനി മഴക്കാലത്തേക്കുള്ളൊരു തയ്യാറെടുപ്പാണ്. പല ആളുകളും റീപോർട്ട് ചെയ്യുന്നതും പ്രൂണിങ് ചെയ്യുന്നതും ഈ സമയത്താണ്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ഈ സമയത്ത് റീപോർട്ട് ചെയ്യരുത്, ഈ സമയത്ത് പ്രൂൺ ചെയ്യരുത്. ഈ സമയത്ത് റീപോർട്ട് ചെയ്യാം, ഞാൻ ചെയ്യാറുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, റീപോർട്ട് ചെയ്ത ചെടി ഞാൻ വാങ്ങുന്നതോ അല്ലെങ്കിൽ എൻ്റെ കവർ കേടുവരുന്ന ചെടിയോ ഞാൻ റീപോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ നന്നായി ഉണക്കി ചാക്കിലാക്കി വെച്ച മണ്ണ് മാത്രം, എല്ലുപൊടി ചേർക്കില്ല, റോക്ക് ഫോസ്ഫേറ്റും മണ്ണിര കമ്പോസ്റ്റും ചേർത്തിട്ട്, മണലും നല്ലോണം ചേർത്ത്, വാമുണ്ട്, വേപ്പിൻ പിണ്ണാക്ക് വളരെ കുറച്ചെടുത്ത് അതും ചേർത്ത് റീപോർട്ട് ചെയ്ത് വെക്കും. ഇത് റീപോർട്ട് ചെയ്തിട്ട് ഈ 15 ദിവസത്തിൻ്റെ ഉള്ളിലാണ് റീപോർട്ട് ചെയ്യണമെങ്കിൽ, വൈകുന്നേരമാണ് റീപോർട്ട് ചെയ്യണമെങ്കിൽ റീപോർട്ട് ചെയ്ത് വെക്കുക, നനയ്ക്കാൻ പാടില്ല. രാവിലെ വെയിലത്ത് വെക്കുക, നനയ്ക്കുക, നല്ല വെയിലത്തേക്ക് നീക്കി വെക്കുക. തുടർച്ചയായി ഇനി വരുന്ന എല്ലാ വെയിലും കൊള്ളിക്കുക. അതിനുശേഷം വെയിൽ തട്ടുന്ന അല്ലെങ്കിൽ മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക്, ഇറക്കിലേക്ക് നീക്കി വെക്കുകയല്ല. അത് വളരെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ചെടിയിലേക്ക് മഴ നേരിട്ട് തട്ടരുത് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, മഴക്കാലമാണെങ്കിൽ റീപോർട്ട് ചെയ്താൽ ചെയ്യുന്ന കാര്യം, ഒരു ബൾബ് കത്തിച്ചിട്ട് ചെടിയുടെ അടുത്തിടുക എന്നാണ്. എന്തിനാണ് ബൾബ് കത്തിച്ചിടുന്നതെന്ന് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നാം പഴയ ആ മഞ്ഞ ഫിലമെന്റ് ലാമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചൂട് അവിടെ എഫക്റ്റ് ചെയ്യുകയും ആ ഭാഗത്ത് ഈർപ്പം വലിഞ്ഞു പോവുകയും ചെയ്യും. അത് നല്ലൊരു മെത്തേഡാണ്. വളരെ കുറച്ച് ആളുകൾ അത് ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഞാൻ ഒരു സ്ഥലത്ത്, കൊല്ലത്തൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്തും ഇതേപോലെ അവർ ചെയ്തു വെച്ചു. എൻ്റെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ റീപോർട്ട് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം, നോർമലി ആളുകൾക്ക് ഇങ്ങനെ സെറ്റപ്പ് എല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റീപോർട്ട് ചെയ്താൽ മഴ സമയത്തുള്ള നനവ്, ഈർപ്പൊക്കെ അതിലേക്ക് വരികയും ചെടി ചീഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ മഴക്കാലത്തേക്ക് വരുന്ന സമയമാണ് റീപോർട്ട് ചെയ്ത് ചെടി ഇപ്പോൾ ഏത് കണ്ടീഷനിലായിരിക്കണം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി പ്രൂൺ ചെയ്യുക. പ്രൂൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പ്രൂൺ ചെയ്യുമ്പോൾ ആ മുറിവായ നിങ്ങൾ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് തേച്ചാലും അതിലൂടെ പെസ്റ്റുകൾ ഉള്ളിലേക്ക് ഇറങ്ങാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ഈ സമയത്ത് പ്രൂൺ ചെയ്യരുത്. പ്രൂൺ ചെയ്യണം എന്ന് നിർബന്ധ ആളുകൾ, ഞാൻ ചെയ്യാറുണ്ട്. പ്രൂൺ ചെയ്യണം നിർബന്ധമുള്ള ആളുകൾ പ്രൂൺ ചെയ്തതിൻ്റെ ശേഷം അവിടെ പ്ലാസ്റ്റിക് റിബൺ നന്നായി കെട്ടിവെക്കുക. ആ കെട്ടിവെക്കുന്നതിൻ്റെ മുന്നേ ആ ഭാഗത്ത്, ആ മുറിച്ച ഭാഗത്ത് ആ ലിക്വിഡ് തുടച്ച് കളഞ്ഞതിൻ്റെ ശേഷം ഏതെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ മരുന്നിൻ്റെ ഒപ്പം പെസ്റ്റിസൈഡ് കൂടി അവിടെ തേക്കുക. എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക, പ്ലാസ്റ്റിക് റിബൺ ഇട്ടിട്ട്. അപ്പോൾ അതും മനസ്സിലായി. ഇനി അടുത്തൊരു കാര്യം, ഇത്രയും കാലം നല്ലോണം പൂവ് കിട്ടിയതല്ലേ, അതുകൊണ്ട് ഇനി നല്ലോണം വളം കൊടുക്കാം എന്ന് കരുതിയിട്ട് നിങ്ങൾ വളം കൊടുക്കാൻ വേണ്ടി ജൈവ വളങ്ങൾ ചെടിയുടെ ചുവട്ടിൽ നല്ലോണം നിക്ഷേപിച്ചു. ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ വേപ്പും മണ്ണാക്കോ എല്ലുപൊടിയോ ഒക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ ചൂട് കഴിഞ്ഞ ഉടനെ വരുന്ന മഴയത്ത് അതിൽ വളരെ വേഗത്തിൽ ഫംഗസ് കയറാൻ സാധ്യത ഉണ്ട്. ആ ഫംഗസ് നിങ്ങളുടെ അടീനിയത്തിൻ്റെ ചെടിയുടെ കോഡക്സിന് ചീഞ്ഞു പോകാനുള്ളൊരു കാര്യത്തിലേക്ക് കടക്കും. അപ്പോൾ ജൈവ വളങ്ങൾ ഇനി ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. നിങ്ങൾക്ക് വളങ്ങൾ ഉപയോഗിക്കാം, രാസവളങ്ങൾ കടക്കിൽ കുറച്ച് ലൈറ്റായിട്ട് കൊടുക്കുക, ഒരു സ്പ്രേയും കൊടുത്തു കഴിഞ്ഞാൽ. ഇത് ഞാൻ ചെയ്യുന്നത് ഈ 15-ാം തീയതിക്ക് ശേഷം, മെയ് 15-ന് ശേഷം എല്ലാ ചെടികൾക്കും 1/2 സ്പൂൺ മുതൽ 1 സ്പൂൺ വരെ DAP ചെറുതായിട്ട് ഇട്ട് കൊടുക്കും. അതിൻ്റെ ശേഷം ചെയ്യുന്ന പരിപാടി 30-10-10 3 തവണ 5 ദിവസത്തിൻ്റെ ഇടവേളകളിൽ 3 തവണ ഈ ചെടീൻ്റെ അടിച്ചു കൊടുക്കും. ഇതാണ് നമ്മൾ ജൂൺ ജൂലൈ മാസത്തേക്ക്, ഓഗസ്റ്റ് മാസത്തേക്കുള്ള ചെടിക്കുള്ള ഒരു സംഭരണ ആഹാരമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട രീതിയിൽ നമ്മൾ ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് ചെടി അന്തരീക്ഷത്തിൽ മഴ കൂടുതലാണ്, വേരിന് കൂടുതൽ ആഹാരം വലിക്കില്ല, വെളിച്ചം കുറവായിരിക്കും, ഈ ലീഫ് വഴിയുള്ള ആഹാരം എടുക്കലും കുറവായിരിക്കും. ഈ സമയത്തേക്ക് നമുക്ക് വളരെ ഉപകാരപ്പെടും. നമ്മൾ മുൻകൂട്ടി ഈ വളങ്ങൾ പിന്നെ പല വീഡിയോയിലും ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കടഭാഗം ഇളക്കി വളം ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. ഞാൻ പറയുന്നു, അടീനിയം വളർത്തി പരിചയമുള്ള ധാരാളം ആളുകളുടെ വീഡിയോ കാണാം. അത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അത്തരം വീഡിയോ ഫോളോ ചെയ്യുക. അല്ലാത്ത വീഡിയോ കണ്ട് നിങ്ങൾ ലൈക്കോ ഷെയറോ എന്താ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യുക, പക്ഷെ അനുകരിക്കരുത്.